നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശത്തു നിന്ന് വരുന്നവർ നിർബന്ധമായും ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കർശനമായി തന്നെ നൽകി വരികയുമാണ്. എന്നാൽ തന്നെയും തങ്ങൾക്കൊന്നുമില്ല, അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, വന്നാൽ മറ്റുള്ളവർക്കും വരട്ടെ എന്നതൊക്കെയും തന്നെ പല പ്രവാസികളിലും കണ്ടുവരുന്ന നിരുത്തരവാദപരമായ കാഴ്ചപ്പാടുകളാണ്. ആയതിനാൽ തന്നെ രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇത് അനുസരിക്കാതിരിക്കുന്നവർ പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് പറയുന്നത് കേൾക്കുക തന്നെ ചെയ്യണം. ഇന്നലെ പത്തനംതിട്ടയിൽ അടൂരും ആറന്മുളയിലുമുള്ള 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ നാം കണ്ടത്. നിലവിൽ ജില്ലയിൽ 12 കേസുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വന്നത് നെഗറ്റീവ് റിപ്പോർട്ടായതിനാൽ ഇവിടെ സുരക്ഷിതമാണെന്ന ചിന്ത പലരിലും പതിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇത് തെറ്റായ ഒരു ധാരണയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച അടൂരിലെ 45 വയസ്സുള്ള വ്യക്തി ദുബായിൽ നിന്ന് വന്നതാണ്. ദുബായിൽ നിന്നെത്തിയിട്ട് വീട്ടിലിരിക്കാതെ കറങ്ങി നടക്കുന്നു എന്ന വ്യാപകമായ പരാതി കിട്ടിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തതും ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതും. എന്നാൽ പരിശോധനയ്ക്കായി എടുക്കുമ്പോൾ യാതൊരു രോഗലക്ഷണവും ഇല്ലാതിരുന്നെന്നാണ് ഡോക്ടർ അവിടെ നിന്ന് അറിയിച്ചത് തന്നെ. എന്നാൽ ഫലം വന്നപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് പോസിറ്റീവായി തീരുകയായിരുന്നു. ഇതിനർത്ഥം ലക്ഷണമില്ലാത്ത ആളും കോവിഡ് പോസിറ്റീവ് ആകാം എന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ കറങ്ങി നടന്നതിനാൽ തന്നെയും റൂട്ട് മാപ്പ് സജ്ജീകരിക്കുക ഇപ്പോൾ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ UK നിന്ന് അബുദാബി വഴി കൊച്ചിയിലാണ് വന്നത്. പക്ഷേ ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വളരെ പരിമിതമെന്നാണ് കളക്ടർ പറയുന്നത്. ഈ വിവരങ്ങളെ മാത്രം വിശ്വസിച്ച് ഇരിക്കാനാകുമില്ല. ഈ ജില്ലയിൽ 7361 പേർ ക്വാറന്റൈനിൽ കഴിയേണ്ടവരായുണ്ട്. ഇതിൽ ആര് വേണമെങ്കിലും പോസിറ്റീവും ആകാം. ഏതു ജില്ലയിലായാലും ഹോം ഐസൊലേഷനിൽ കഴിയേണ്ടവർ അത് ചെയ്തില്ലെങ്കിൽ, നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും രോഗം സ്ഥിരീകരിക്കാവുന്നതുമാണ്. അതുകൊണ്ട് നിർബന്ധമായും 21 ദിവസം ഹോം ക്വാറന്റൈൻ ചെയ്യുകയും നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഏവരും ശ്രദ്ധിക്കുകയും വേണമെന്നും കളക്ടർ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഹോം ക്വാറന്റൈനിൽ കഴിയാത്തവരോ നിരുത്തരവാദപരമായ രീതിയിൽ തുടർന്നു പോരുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ വിദേശത്തു നിന്നും എത്തിയവർ ഇത് കർശനമായി പാലിക്കുക തന്നെ ചെയ്യണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.